Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ മധുരാണ്. ഇതിനു വേണ്ടി നമുക്ക് വലിയ ക്രീമുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ക്യാരറ്റും പഞ്ചസാരയും പാലും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി മധുരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പം നീളമൊക്കെ ഉള്ള ക്യാരറ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരണം. അപ്പോൾ ദാ ഞാനിവിടെ 3 എണ്ണത്തിന്റെയും തൊലിയൊക്കെ കളഞ്ഞ് അതിന്റെ തലയും വാലൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് നമുക്കിനി ഈ ഒരു ക്യാരറ്റ് 3 എണ്ണം നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ആ വലിയ ഗ്രേറ്ററിൽ തന്നെ വലിയ ഓട്ടയുള്ളതിൽ അതിൽ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം. അതല്ല ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ഭാഗത്തുള്ള ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും വലുതും ചെറുതും രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ബ്ലേഡിലാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പെട്ടെന്നൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 3 ക്യാരറ്റും ഈ ഒരു കണക്കിന് ചെറുതും വലുതും എന്നുള്ള രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് നെയ്യ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, കാരണം ഇതൊരു നെയ്യിൽ നമ്മൾ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഇവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്രയും ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് 1.5 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചാലും മതി. ഇനി നമുക്ക് ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ക്യാരറ്റ് ഹൽവ എന്നാണ് പറയുക. 2 രീതിയിലൊക്കെ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പം ഗാജർ കാ ഹൽവ എന്നൊക്കെയാണ് ഹിന്ദിയിലൊക്കെ പറയുക. ഹിന്ദി നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ മെയിൻ ഡിസേർട്ടാണ് ഈ ഒരു ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതൊന്ന് അങ്ങനെ അത്രയും പോപ്പുലർ അല്ല. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതായത് ക്യാരറ്റ്, പഞ്ചസാര, ഏലക്കപ്പൊടി, പിന്നെ പാല്, ഈ 3 കാര്യങ്ങളും. ഇതിൽ പാല് തികച്ചും ഓപ്ഷണലാണ്, അത് ഞാൻ പറയാം. അപ്പോൾ അതിന് മുന്നേ ക്യാരറ്റ് ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റ് സമയം എടുത്തിട്ട് ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചങ്ങ് പോകുന്തോറും ക്യാരറ്റിന്റെ കളർ മാറി നമ്മൾ ആദ്യം ചേർത്ത കളറായിരിക്കില്ല, ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് കളറിലോട്ട് വരും, ഒരു ഓറഞ്ച് കളറിലോട്ട് വരും. അപ്പം നമുക്കിവിടെ ഒരു ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ അര കപ്പ് പാൽ, മൊത്തം 3/4 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. അതായത് 1/2 കപ്പും 1/4 കപ്പും. അപ്പോൾ 3/4 കപ്പ് പാലിനകത്ത് ഈ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ പാല് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പാലിൻ്റെ ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ പാല് കുടിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പകരം അല്പം വെള്ളം നമുക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതിയാവും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ നെയ്യിൽ തന്നെ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ ചെയ്താലും മതി. അപ്പം ഞാൻ പാലിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളത്തിലാണ് ഇത് ഇച്ചിരി വേവിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചങ്ങ് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും പാൽപ്പൊടി 1-2 ടേബിൾ സ്പൂൺ ചേർത്തെന്നാലും ഇതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ അതാ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഏലക്കയുടെ കുരുവോ പൊടിയോ അതെങ്ങനെയാണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഏലക്കയുടെ കുരുവാണ് ചേർത്തിട്ടുള്ളത്. പൊടി ചേർക്കുവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, അത് ഒത്തിരി ആവരുത്, അന്നേരം നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നുമില്ല, ഈ ഒരു പാലിങ്ങനെ നന്നായിട്ട് വറ്റി, ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യം ഒഴിച്ച പോലെ ആയിരിക്കില്ല, പാലൊക്കെ നന്നായിട്ട് വറ്റി വരും. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതാ ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം കേട്ടോ. നിങ്ങൾ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പാലൊക്കെ ചെറുതായി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഡ്രൈ നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ. അതായത് പിസ്തയോ അല്ലെങ്കിൽ ബദാമോ കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്തയും പിന്നെ കാഷ്യൂ നട്ടും ഇത് രണ്ടും നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഹൽവ കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടുന്നത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതാ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം പാലൊക്കെ വറ്റി തന്നെ വന്നിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പാലൊക്കെ വറ്റിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. കാരണം ഞാൻ എടുത്തിരുന്ന ക്യാരറ്റിന് നല്ല മധുരമുണ്ട്. കാരണം നമ്മൾ ആ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല മധുരമുള്ള ക്യാരറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക.
ക്യാരറ്റിന് മധുരമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ പഞ്ചസാര അലിഞ്ഞു വരുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം പോലെ വരും. അത് സാരമില്ല, വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ആ പഞ്ചസാരയുടെ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഇപ്പം കണ്ടോ, ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി ഒരു നനവ് പോലെയും നന്നായിട്ട് ക്യാരറ്റ് വെന്തും വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരു ബൗളിനകത്തോട്ടാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു ബൗളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഓരോ പാത്രത്തിനകത്തോട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ വിളമ്പി കൊടുക്കുന്ന പാത്രത്തിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താലും മതി. ഞാനിന്നിപ്പോൾ ഇവിടെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുന്നത് അത് ഫോട്ടോ എടുക്കാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊരു എക്സ്ട്രാ സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്, പക്ഷെ ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മൾ ഈ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ഒന്ന് മേലെ ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീമും കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിരുന്ന നട്ട്സിൽ നിന്ന് കുറച്ച് നട്ട്സ്, അതായത് പിസ്തയും കാഷ്യൂനട്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ മേലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇനി ചെറി ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ചെറി ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തെന്നാലും സൂപ്പറാണ്. അപ്പോൾ ഈ ഐസ്ക്രീമും ഈ ഒരു ഹൽവയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് വാനില ഐസ്ക്രീം തന്നെ എടുക്കാൻ നോക്കുക. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിൻ്റെ വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. 2-3 ചേരുവകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ്. അപ്പോൾ അതാ നോക്കിക്കേ, നമ്മളിങ്ങനെ സ്പൂണിൽ ഈ ഐസ്ക്രീമും അതുപോലെ ഈ ഹൽവയും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.